നമസ്കാരം. അപ്പോൾ യോഗാസനങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ട, നിർബന്ധമായി ചെയ്തിരിക്കേണ്ട കാര്യമാണ് ശിഥിലീകരണ വ്യായാമങ്ങൾ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് പറ്റിയ ശിഥിലീകരണ വ്യായാമങ്ങളെ കുറിച്ചുള്ള വീഡിയോ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ചെയ്തതിന് ശേഷം ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു യോഗാസനമാണ്. കാരണം ഇന്ന് യൂട്രസ് സംബന്ധമായ അസുഖങ്ങൾ നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാലമാണ്. കാരണം യൂട്രസ് മസിൽസ് വീക്കാകുമ്പോൾ ചില ആൾക്കാർക്ക് യൂട്രസ് താഴ്ന്നു വരുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. എന്ത് മരുന്ന് കഴിച്ചാലും അതിന് വലിയ ആശ്വാസമൊന്നും ലഭിക്കുന്നില്ല. ചില ഡോക്ടർമാർ അതിന് ഓപ്പറേഷനാണ് നിർദ്ദേശിക്കാറ്. അപ്പോൾ നമുക്ക് നമ്മുടെ യോഗാസനം കൊണ്ട് ഒരു പരിധി വരെ, വലിയ പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് ഒരു പരിധി വരെ നമുക്കതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതിന് ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു യോഗാസനമാണ് ചക്ക്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചക്ക് ചലാസനം. ചക്ക് ചലാസനം എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ചക്ക് തിരിയുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം മുമ്പ് കാലത്ത് നമ്മുടെ വീടുകളിലെല്ലാം അരകല്ലുണ്ടായിരുന്നു. അരകല്ലല്ല, ആട്ടുകല്ല് നമ്മളിങ്ങനെ കറക്കാറുണ്ട്. അതേപോലെയാണ് നമ്മുടെ ഈ വ്യായാമം ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുശേഷം ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ പറഞ്ഞുകൊണ്ട് ചെയ്യാം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ഇരുന്നതിന് ശേഷം കാല് എത്രത്തോളം അകത്തി വെക്കാൻ പറ്റുമോ അത്രത്തോളം അകത്തി വെക്കുക. കാൽപ്പത്തികൾ നേരെ മുകളിലോട്ട്. ഇപ്പോൾ കാലിൻ്റെ മസിലുകൾക്ക് അല്ലെങ്കിൽ ഇവിടെയൊക്കെ വേദന ഉണ്ടാവും, ശ്രദ്ധിക്കുക. അപ്പോൾ പരമാവധി എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും അകത്തി വെക്കുക. ആദ്യ സമയത്തൊക്കെ വളരെ കുറച്ചേ വെക്കാൻ പറ്റും. നടുവ് നൂർന്നിരിക്കണം. കൈകൾ മുന്നോട്ട് നമ്മുടെ ഷോൾഡറിന് നേരെ നീട്ടുക, പുറത്ത് പിടിക്കുക. മുന്നോട്ട് മടങ്ങരുത്. നേരെ തന്നെ ഈ അരക്കെട്ടിൻ്റെ ഭാഗത്തു നിന്ന് എത്രത്തോളം മുന്നോട്ട് മുഴുവൻ പോകാൻ പറ്റില്ല, എത്ര പോകാൻ പറ്റും അവിടെ ഈ ഇടത് കാലിൻ്റെ അടുത്ത് നമ്മളെ കൈ അങ്ങോട്ട് കൊണ്ടുപോകാം. തല നേരെ വെച്ചാൽ നട്ടല് അധികം വളയും. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആട്ടുകല്ല് ആട്ടുന്ന പോലെ റൈറ്റിലേക്ക് വരിക, പുറകോട്ട് പോകുക. അന്നേരം കൈമുട്ട് മടങ്ങരുത്. ഇങ്ങനെ തന്നെ പുറകോട്ട് വരിക, ആട്ടി ലെഫ്റ്റിൽ വരിക. ഒരു ആട്ടുകല്ലിൽ അരയ്ക്കുന്ന പോലെ, പക്ഷെ മുന്നോട്ടും പുറകോട്ടും വരണം. ഒരു 5 തവണ റൈറ്റിലേക്ക് ചെയ്താൽ ഒരിടത്ത് നിർത്തി ഒരു 5 തവണ ലെഫ്റ്റിലേക്ക് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കാല് ചിലപ്പോൾ ആദ്യം അകത്തി വെച്ച് അടുത്തടുത്ത് പോവും, സാരമില്ല. ക്രമേണ നമുക്ക് അത് കാലിൻ്റെ പൊസിഷൻ അകത്തി കൊണ്ടുവരാൻ സാധിക്കും. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞു, സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ യൂട്രസിൻ്റെ മസിൽസിന് ശക്തി പകരാൻ സഹായിക്കും. മറ്റുള്ള ആൾക്കാർക്കാണെങ്കിൽ കാലിലെ പേശികൾ, കയ്യിലെ പേശികൾ, അതുപോലെ ഞരമ്പുകൾ, ഇത് ചെയ്യുമ്പം തന്നെ നമുക്കതിൻ്റെ ഗുണം മനസ്സിലാവും. ചെറിയൊരു പെയിൻ ഉണ്ടാവും. അതാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പിന്നെ അതുപോലെ അരക്കെട്ടിലുണ്ടാകുന്ന
പിന്നെ ഈ കൊഴുപ്പൊക്കെ അടിഞ്ഞു കൂടുന്നുണ്ടല്ലോ, അത് മാറ്റിയെടുക്കാനും ഇത് സഹായിക്കും. ഇനി മറ്റൊന്ന്, ഇത് ചെയ്യാൻ പാടില്ലാത്തവരുണ്ട്, കുറച്ച് പേരുണ്ട്. അത് ഒന്നാമത്തെ ആൾക്കാർ ലോ പ്രഷർ, ഹൈ പ്രഷറുകാർക്കും പ്രശ്നമുണ്ടാവും. അപ്പോൾ വലിയ രീതിയിൽ മരുന്നൊന്നും കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ അവർക്കിത് ചെയ്താൽ ഗുണം കിട്ടും. അപ്പോൾ അസുഖത്തിൻ്റെ കാഠിന്യം കൂടി മരുന്ന് കഴിക്കുന്ന ആൾക്കാർ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഹെർണിയ, അതുപോലെ വയറിന് ചില ആൾക്കാർ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടാവും, അവർ ചെയ്യാൻ പാടില്ല. നട്ടെല്ലിന് ഓപ്പറേഷൻ ചെയ്ത ആൾക്കാരുണ്ട്, അവരിത് ചെയ്യാൻ പാടില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗർഭിണികളും ഒരു കാരണവശാലും ഈ ചക്ക് ശലാസനം ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ഈ ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ചക്ക് കറങ്ങുന്ന പോലെ കറങ്ങേണ്ടത്, ഈ അടിവയറിൻ്റെ ഭാഗം. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാം, അധികം കുനിഞ്ഞു പോകരുത്. നമ്മൾ നട്ടെല്ല് നൂർന്ന് തന്നെ ഇത് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ചിലരെങ്കിലും പറയുന്ന ഒരു വിഷമാണ് പെടലി വേദന. അത് നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ പിൻഭാഗത്താണ് വേദന ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കൊരു ആശ്വാസം കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു വ്യായാമമാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. എപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വ്യായാമം ചെയ്യുമ്പം നമ്മുടെ നട്ടെല്ലെപ്പോഴും നൂർന്നിരിക്കണം. നമുക്ക് ഇഷ്ടമുള്ള ആസനത്തിൽ, ഇനിയിപ്പം ചില ആൾക്കാർക്ക് നിലത്തിരിക്കാൻ പറ്റില്ല, കസേരയിലാണെങ്കിലും ചാരി ഇരിക്കരുത്. കസേരയ്ക്ക് ഒരു ചെറിയ ചരി ഉണ്ടാവും, നേരെ നട്ടെല്ല് നൂർന്ന് വേണം ഇരിക്കാൻ. അപ്പോൾ കഴുത്തിന് ചെയ്യുന്ന ഒരു വ്യായാമമാണ് ചെയ്യുന്നത്. ആദ്യം ശീലിക്കേണ്ടത് പിന്നെ നമ്മൾ കഴുത്തിനെ ചലിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒന്ന് കണ്ടു നോക്കുക. ഇങ്ങനെ മേൽപോട്ടും കീഴ്പോട്ടും ചലിപ്പിക്കുക. അതിനുശേഷം ഇത്രയാണ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു, ആദ്യം നമ്മുടെ കഴുത്തിനെ ചലിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് താഴോട്ടും മുകളിലോട്ടും, അത് മുകളിലോട്ട് കഴിയുന്നത്ര വളയുക, പുറകോട്ട് വളയരുത്, നേരെ തന്നെ ഇരിക്കണം, ഇരിപ്പ് നേരെ ആയിരിക്കണം, കഴുത്ത് മാത്രം. താഴോട്ട് വരുമ്പോൾ നമ്മുടെ കീഴ്ത്താടി നെഞ്ചിൽ അമരണം. നമ്മളിതിന് യോഗാസനത്തിൽ ജാലന്ധര ബന്ധം എന്ന് പറയാറുണ്ട്. ഇതാണ് മുകളിലോട്ടും താഴോട്ടും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ റൈറ്റിലേക്ക് നമ്മൾ ശരീരം തിരിയരുത്, ട്വിസ്റ്റ് ആകരുത്, നേരെ തന്നെ ഇരിക്കണം. കഴുത്ത് എത്രത്തോളം തിരിക്കാൻ പറ്റുമോ അത്രത്തോളം തിരിക്കുക. തല പുറകോട്ട് പോകരുത്, തല നേരെ ആയിരിക്കണം. ലെഫ്റ്റിലോട്ടും. ഇത്രയും ശീലിച്ച് അതിനൊന്ന് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ചെയ്യുന്ന ഇതാണ്. കഴുത്ത് തല പുറകോട്ട് വെച്ചു, അവിടുന്ന് ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുമ്പം പരമാവധി പുറകോട്ട് വളഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണം. വന്ന് കീഴ്ത്താടി നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തൂടെ സ്പർശിച്ചു കൊണ്ട് വേണം വരാൻ. റൈറ്റിലേക്ക് വരുമ്പോഴും നമ്മുടെ റൈറ്റ് ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്പർശിച്ചുകൊണ്ട് പുറകോട്ട് വന്ന് ഒരു റൗണ്ട് പൂർത്തിയാക്കണം. വീണ്ടും അങ്ങനെ തന്നെ ചെയ്യാം. തുടക്കക്കാരൊന്ന് 4-5 തവണ ചെയ്തതിന് ശേഷം ഒരിടത്ത് ഹാൾട്ട് ചെയ്തു ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ചെയ്യണം. ഒരു ഡയറക്ഷനിൽ മാത്രം ചെയ്ത് നിർത്തരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ഡയറക്ഷനിലും ചെയ്യണം. ഇനി ഇത് ചെയ്യുമ്പോൾ
ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ വേദനകൾ വരികയാണെങ്കിൽ അവിടെ നിർത്തണം. അന്നേരം പിന്നെ പതുക്കെ ചെയ്യാം. കാരണം ഈ ഫ്ലെക്സിബിലിറ്റി ശരിയാകാത്തത് കൊണ്ടാണ് ഉണ്ടാവുക. പിന്നെ ഞരമ്പുകൾക്കെല്ലാം ഏറ്റവും നമ്മുടെ സുഷുമ്നാഡിയിലേക്കുള്ള, നമുക്കറിയാലോ തലച്ചോറിലേക്ക് പോകുന്ന ആ സുഷുമ്ന നാഡി, അതിനെല്ലാം ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ്. ശരീരത്തിൽ തലയിലേക്കുള്ള രക്തപ്രവാഹത്തെ ശക്തിപ്പെടുത്തും. അതുപോലെ ഞരമ്പുകളും, എല്ലാ ഞരമ്പുകളും, കാരണം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഞരമ്പുകളും കോർഡിനേറ്റ് ചെയ്യുന്നത് മസ്തിഷ്കത്തിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ അങ്ങോട്ട് ഉള്ള ആ ഞരമ്പുകളുടെ വേ ഒക്കെ ഒന്ന് സ്മൂത്താക്കാൻ ഇത് സഹായിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാലൻസിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ ഇത് ചെയ്യരുത്. ഇരുന്നിട്ട് ചെയ്താലും അവർക്കത് ഇഷ്യൂസ് ഉണ്ടാക്കും. അപ്പോൾ സാധാരണ ആരോഗ്യമുള്ള ആൾക്കാരാണെങ്കിലും ഇത് ചെയ്ത് കഴിയുമ്പം പിന്നെ ചെറിയ തലകറക്കം പോലെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ തോന്നുമ്പം തന്നെ നിർത്തിയിട്ട് ശവാസനത്തിൽ കടന്ന് അല്ലെങ്കിൽ വിശ്രമാസനത്തിൽ കടന്ന് പിന്നെ നോർമൽ കണ്ടീഷനിലേക്ക് വരിക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കഴുത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ചിലപ്പം നമ്മൾ കൃത്യമായി ചെയ്തില്ല ഉളുക്കാനൊക്കെ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് പേടിക്കുകയൊന്നും വേണ്ട. സാവധാനത്തിൽ ചെയ്താൽ മതി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടമാനം കഴുത്ത് പുറകോട്ട് കൊണ്ടുവരാനൊന്നും പറ്റില്ല. ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കും പതുക്കെ ചെയ്ത്, അന്നേരം ഇടയ്ക്ക് ടക്കെന്നൊരു സൗണ്ടൊക്കെ കേൾക്കാം. അതുകൊണ്ടൊന്നും പേടിക്കണ്ട. അത് നമ്മുടെ ആരോഗ്യത്തെ ഒന്നും ബാധിക്കില്ല. പിന്നെ ക്രമേണ നമുക്കത് മാക്സിമം ബെൻഡിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് അതുപോലെ ഈ പെടലി വേദനയൊക്കെയുള്ള ആൾക്കാർക്കെല്ലാം വളരെ ആശ്വാസം കിട്ടും. എൻ്റെ ഈ ചാനൽ കാണുന്ന ആൾക്കാർ യോഗാസനം ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നു എന്ന് ഞാൻ കരുതുന്നു. ചിലരെങ്കിലും എന്നോട് അതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായും അത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് റിലേറ്റീവ്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. കാരണം എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രചോദനം മുന്നോട്ട് പോകാൻ വളരെ നല്ലൊരു ഊർജ്ജമാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഷെയർ ചെയ്യുക. മാത്രമല്ല, ചെയ്തിരിക്കുന്ന യോഗാസനങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ടും ചോദിക്കാം. കാരണം എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കാണുമ്പോൾ അതിനകത്ത് കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ഷെയർ ചെയ്യണം. അതിലൂടെ നമുക്ക് മുന്നോട്ട് പോവാം. വേറൊന്നെന്ന് പറഞ്ഞാൽ യോഗാസനം ചെയ്യുന്നത് അവനവന് വേണ്ടിയാണ്, വേറെ ആർക്കും വേണ്ടിയല്ല. അപ്പോൾ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ചെയ്യാനുണ്ട്. ഇത് നല്ലൊരു മരുന്ന് എന്ന് പറഞ്ഞുകൂടാ, നല്ലൊരു മാർഗ്ഗമാണ് നമ്മുടെ ശരീരത്തിലെ ഊർജം നിലനിർത്താൻ, അതുപോലെ തന്നെ ആരോഗ്യം നിലനിർത്താൻ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കാണുക, കണ്ടുകൊണ്ടേ ഇരിക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ ഫ്രണ്ട്സുമായിട്ടും ബാക്കി നേരത്തെ പറഞ്ഞ പോലെ ഷെയർ ചെയ്യുക. കൂടുതൽ ആൾക്കാർ ഈ പാതയിലേക്ക് വരട്ടെ. എല്ലാവരും സഹകരിക്കും എന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്തേ.